പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗത്തിലെ ഉത്തരവിൽ മാറ്റം വരുത്തി ഹൈക്കോടതി. ദേശീയപാതയോരങ്ങളിലെ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണം. മറ്റിടങ്ങളിൽ കസ്റ്റമേഴ്സിനും ദീർഘദൂര യാത്രക്കാർക്കും ശുചിമുറികൾ അനുവദിക്കണമെന്നും കോടതി ഉത്തരവ്. അഹമ്മദ് മുജ്തബയുടെ വിശദാംശങ്ങൾ നൽകാനായി. മുജ്തബ, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ തിരുത്ത്? എന്താണ് കോടതി വിഷയത്തിൽ പറഞ്ഞത്? ജീന, നേരത്തെ ജൂൺ 17 ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷൻ പല പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾക്കും സ്വച്ഛ് ഭാരതിന്റെ സ്റ്റിക്കർ പതിപ്പിക്കുന്നു. അത് നഗരസഭയുടേതാണ്, അല്ലെങ്കിൽ പൊതു ശൗചാലയമാണ് എന്നതുൾപ്പെടെയുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെ ചോദ്യം ചെയ്താണ് പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്ന് ഒരു ഇടക്കാല ഉത്തരവിൽ പറഞ്ഞത് പൊതു ശൗചാലയങ്ങളല്ല പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ എന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇന്നിപ്പോൾ അതിനുശേഷം വീണ്ടും കേസ് പോസ്റ്റ് ചെയ്ത് ഇന്ന് പരിഗണിച്ചപ്പോഴാണ് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആ ഉത്തരവിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നു, ഒരു ഭേദഗതി വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് ദേശീയപാതയോരങ്ങളിലെ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സദാസമയവും റൗണ്ട് ദ ക്ലോക്ക് തുറന്നു പ്രവർത്തിക്കണമെന്നാണ്. മാത്രമല്ല, ദേശീയപാത അല്ലാത്ത മറ്റിടങ്ങളിൽ, മറ്റു സംസ്ഥാന പാതകൾ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകൾ, ഇവിടെയൊക്കെയുള്ള പെട്രോൾ പമ്പുകളിൽ വരുന്ന കസ്റ്റമേഴ്സിന്, അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രക്കാർക്കൊക്കെ ഈ ശുചിമുറികൾ തുറന്നു കൊടുക്കണം. അതായത് നേരത്തെയുള്ള ഉത്തരവ് പൂർണ്ണമായും ഫലത്തിൽ ഇല്ലാതാകുന്ന തരത്തിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഭേദഗതി. ആ ഉത്തരവിന്റെ ഭേദഗതി പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഉത്തരവായിരുന്നു അന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് യാത്രക്കാരായ കൂടുതൽ ആളുകളും പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ തന്നെ ഒരു നിബന്ധനകളിൽ തന്നെ ഒന്നായിരുന്നു. പക്ഷേ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ഇത്തരം ഒരു പ്രഖ്യാപനം വന്നപ്പോൾ സ്വാഭാവികമായും അത് പൊതുജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കി. ആ ഉത്തരവിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു ഭേദഗതി വരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അതിൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുജനത്തിന്റെ ആവശ്യം കൂടി പരിഗണിക്കുന്നു. ഒപ്പം തന്നെ പമ്പുകളിലെ ഉപയോക്താക്കൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ഗ്രാമീണ മേഖലകളിലും ദേശീയപാതയിൽ അത് റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഫലത്തിൽ അത് എല്ലാ സമയത്തും എല്ലാ പമ്പുകളിലും ആളുകൾക്ക് ആശ്രയിക്കാമെന്നുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതങ്ങനെ അനുവദിക്കാതിരിക്കരുത് എന്ന് പെട്രോൾ പമ്പ് ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരാളെ പോലും പെട്രോൾ പമ്പുകളിലെ ശൗചാലയം ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയരുതെന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ നേരത്തെയുള്ള ഉത്തരവ് വെച്ചുകൊണ്ട് യാത്രക്കാരെ ആരെങ്കിലും തടയുകയാണെങ്കിൽ അത് പാടില്ല എന്ന് കർശനമായി തന്നെ ഹൈക്കോടതി പറയുകയാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ ഭേദഗതി. ശരി, അഹമ്മദ് മുജ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത്.